തന്നെ ഇങ്ങനെ ആദ്യമായിട്ടല്ലേ കാണുന്നേ. എന്റെ ഭാര്യയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്ന കാര്യം ശരിക്കും ഞാൻ ഇപ്പോഴാ കാണുന്നേ. ഒന്ന് പോ സച്ചേട്ടാ. സത്യമാണ് പറഞ്ഞത്. എങ്കിലും ഞാനിതൊരു ഇക്കാര്യം അറിയാതെ പോയല്ലോ. അത് സച്ചേട്ടൻ അറിയാതെ പോയതല്ല, ഞാനായിട്ട് തന്നെ മറച്ചു വെച്ചതാ. മനസ്സിലെ സന്തോഷല്ലേ മുഖത്ത് തെളിയുന്ന ചിരിയും സൗന്ദര്യവും. കഴിഞ്ഞ 6 മാസക്കാലം ഞാനൊരു ഇരുട്ടിലായിരുന്നു. ഇപ്പോ ആ ഇരുട്ടെന്റെ ജീവിതത്തിൽ നിന്ന് മാറി. മനസ്സ് നിറയെ വെളിച്ച. ആ വെളിച്ചം കൊണ്ടുവന്നത് സച്ചേട്ടനാ. എന്നെ സച്ചേട്ടന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ച നിമിഷം മുതൽ സന്തോഷം വന്നു, സൗന്ദര്യം വന്നു അല്ലേ? ഇതിങ്ങനെ തന്നെ എന്നും വേണമെന്ന എന്റെ പ്രാർത്ഥനയും. ഇങ്ങനെയല്ല, ഇതിനേക്കാൾ കൂടുതൽ സന്തോഷം വരാൻ പോകുന്നേ ഉള്ളൂ. താൻ പറഞ്ഞതാണ് സൂത്രവാക്യമെങ്കിൽ തന്റെ സൗന്ദര്യം ഇനിയും കൂടുകയുള്ളൂ. ഇതെല്ലാം 6 മാസം തന്നെ കരയിച്ചതിനുള്ള പ്രത്യുപകാരമായിട്ട് കരുതിയാൽ മതി. ഇനി എന്തൊക്കെ ചെയ്താലാ എനിക്ക് സമാധാനം കിട്ടുക? എന്നെ സന്തോഷിപ്പിക്കാൻ സച്ചേട്ടനൊന്നും മനഃപൂർവ്വമായിട്ട് ചെയ്യണമെന്നില്ല. എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്ന മാത്രം മതി. വലിയൊരു വീട്ടിലും വലിയ ആൾക്കാരുടെ മകളായും അല്ല ഞാൻ ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് തന്നെ ചെറിയൊരു കാര്യം മതി, അതിനെ വലുതാക്കിയെടുത്ത് മനസ്സ് വിഷമിപ്പിക്കും. അതുപോലെ തന്നെ ചെറിയൊരു കാര്യത്തിനെ വലുതാക്കിയെടുത്ത് സന്തോഷിക്കുകയും ചെയ്യും. സച്ചേട്ടനൊപ്പമുള്ള ജീവിതം, അതിൽ ഞാൻ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. മനസ്സ് നിറഞ്ഞ് കവിയുന്ന തൃപ്തിയുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുന്നുമില്ല. എന്നും ഈ മനസ്സിലൊരു സ്ഥാനം, അത്രേ ഉള്ളൂ. താനെന്താ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നേ? ഇറങ്ങിക്കോ. സച്ചേട്ടാ, ഞാനിത് എവിടെയാ നിൽക്കുന്നേ? വേറെ എവിടെയാ? സാക്ഷാൽ ആറ്റുകാലമ്മയുടെ ക്ഷേത്രനടയിൽ. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. കുറച്ചു ദിവസമായിട്ട് കരുതുന്നു തന്നെയും കൊണ്ടുവന്ന് ആറ്റുകാലമ്മയുടെ മുന്നിൽ തൊഴണമെന്ന്. താനെന്തെങ്ങനെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ? ഇതിനൊക്കെ ഞാൻ എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. സച്ചേട്ടനോടൊപ്പം ഇവിടെ വരണമെന്ന് ഞാൻ പലതവണ ആഗ്രഹിച്ചതാ. ആ ആഗ്രഹം തിരിച്ചറിഞ്ഞ പോലെ നമ്മളിതാ ഈ ക്ഷേത്രനടയിൽ നിൽക്കുന്നു. നന്ദി ദേവിയോടാണോ സച്ചേട്ടനോടാണോ പറയേണ്ടെന്നുള്ള ആശയക്കുഴപ്പത്തിലാ ഞാൻ. നന്ദിയൊക്കെ അകത്തുള്ള ആളോട് പറഞ്ഞാൽ മതി. നിമിത്തം ഞാനാണെങ്കിലും തീരുമാനം അവിടുത്തെയല്ലേ.
സന്ദീപിന് ആതിരയും കൂടെ കൂട്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് അവർക്കും ആദ്യമായിട്ട് ഇവിടെ വന്ന് തൊഴായിരുന്നല്ലോ. എന്റെ ഭാര്യയ്ക്ക് ഇവിടെ വന്ന് എന്നോടൊപ്പം തൊഴണമെന്ന് മനസ്സിൽ ആഗ്രഹം തോന്നിയപ്പോ ഞാനത് തിരിച്ചറിഞ്ഞു, ഇവിടെ കൊണ്ടുവന്നു. ഇനിയിപ്പോ അനിയന്റെ അനിയത്തിയുടെ കൂടെ തൊഴണമെന്ന് ആഗ്രഹിച്ചാ എന്ത് ചെയ്യാൻ പറ്റും? സാരമില്ല സച്ചേട്ടാ, ഇനി വരുമ്പോ നമുക്ക് അവരെ കൂടി കൂട്ടിക്കൊണ്ടുവരാം. ഏയ് അത് പറ്റില്ല. ഒരു മിനിറ്റ്. എന്റെ പത്നിയുടെ ആവശ്യം പോലെ സന്ദീപിനെ ആതിരയും മുന്നിലെത്തിച്ചാലും. സന്ദീപ് ആതിരയും നിന്നോട് എത്ര മണിക്കവിടെ ടൈമിംഗ് ഇല്ലാത്തവരെ ഞാൻ വരാൻ പറഞ്ഞത്? ഇപ്പോഴെങ്കിലും വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ധ്യാനവും പ്രത്യക്ഷമാക്കലും ഒക്കെ പൊളിഞ്ഞാനെ. അത് ശരി. അപ്പൊ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാ അല്ലേ? എന്നോട് സച്ചേട്ടനാ ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞ് രാവിലെ ആറ്റുകാലമ്പലത്തിൽ പോണോന്ന്. എന്നോട് അതെ, മുഴുവൻ പ്ലാനിങ്ങും എന്റേതായിരുന്നു. ആ, ഇനി ഇവിടെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നാലേ നടയടയ്ക്കും. വാ തൊഴാം. വാ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആള് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. സച്ചേട്ടനോടൊപ്പം ഈ നടയിൽ നിൽക്കുക എന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. മനസ്സിൽ ഒരിക്കലും നടക്കില്ല എന്ന ധാരണയെ ഞാൻ കണ്ട സ്വപ്നങ്ങളിലൊന്ന് ഇന്ന് സഫലമൊരുക്കിയ ദേവി, എല്ലാത്തിനും നന്ദിയും 1000 കടപ്പാടും. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. എല്ലാ വർഷവും അമ്മയോടൊത്ത് പൊങ്കാലയിടാൻ ഞാനും പോവുമായിരുന്നു. പക്ഷേ ഈ വർഷം അത് മുടങ്ങി. ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സച്ചേട്ടനോടൊപ്പം അമ്മയെ ഒരുമിച്ച് തൊഴണമെന്ന്. ആറ്റുകാലമ്മയെ രൂപാന്തരം പ്രാപിക്കുന്നതിന് മുമ്പ് കണ്ണകി എന്ന സാധാരണ പെൺകുട്ടിയായി അമ്മ ജീവിച്ച കഥ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. തൻ്റെ ഭർത്താവായ കോവലനെ ജീവന് തുല്യം സ്നേഹിച്ചതും കണ്ണകിയുടെ തീവ്രമായ ആ ഇഷ്ടം മനഃപൂർവ്വമായി കണ്ടില്ലെന്ന് നടിച്ച് കുടുംബത്തെ മറന്ന് കോവലൻ മാധവി എന്ന പെൺകുട്ടിയുമായി അടുപ്പത്തിലായതും മാധവിയിൽ അടിമപ്പെട്ട് ജീവിച്ചിട്ടൊടുവിൽ മാധവിയുടെ ഹൃദയത്തിൽ തനിക്കൊരു സ്ഥാനമില്ലെന്നറിഞ്ഞ് അയാൾ അവളാൽ തഴയപ്പെട്ടതും തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് തന്നെ കാത്തിരുന്ന കണ്ണകിയിലേക്ക് മടങ്ങി വന്നതും കണ്ണകി എല്ലാം മറന്ന അയാളെ വീണ്ടും സ്വീകരിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങിയതുമെല്ലാം എൻ്റെ മുത്തശ്ശി കഥകളിലെ മായാത്ത ഓർമ്മകളാണ്. കണ്ണകിയെ പോലെ ഞാനും കാത്തിരിക്കുന്നു. മറ്റൊരു സ്ത്രീയിൽ അടിമപ്പെട്ടു പോയ
എൻ്റെ ഭർത്താവിൻ്റെ വരവും കാത്ത് എല്ലാം ക്ഷമിച്ച് പുതിയ ജീവിതം സ്വപ്നം കണ്ട് അർച്ചന കാത്തിരിക്കുന്നു. സച്ചിദാനന്ദൻ തന്നിലേക്ക് വരുന്ന നിമിഷവും കാത്ത്. അങ്ങനെ ഒരു ദിവസമുണ്ടായാൽ ഞങ്ങൾ ഒരുമിച്ച് അമ്മയുടെ നടയിൽ വരും. തിരികെ തന്ന ആ ജീവിതത്തിന് നന്ദി പറയാൻ. നീയൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ അനുരാഗം മൂടും ബാസുരീ. ചേച്ചി പിരിക്കും പറയുന്നല്ലാതെ അവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. സച്ചി അർച്ചനെ അകറ്റി നിർത്തിയാലേ നമ്മുടെ എല്ലാ കാര്യവും നടക്കൂ. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയാൻ തുടങ്ങിയിട്ട് ദിവസം കുറയായി. എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നേ? ഉദ്ദേശം നീ പറഞ്ഞു തന്നെയാ. സച്ചി അർച്ചനെ പിരിക്കണം. പെട്ടെന്നൊരു വിഷയം ഉണ്ടാക്കി ഒരു വഴക്കിന്റെ പുറത്ത് അർച്ചന ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അതേപോലെ തിരിച്ചിങ്ങോട്ട് വരുന്നൊരു താൽക്കാലിക പിരിയലല്ല. പോയാൽ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കണം. അതുണ്ടാക്കുന്നത് നമ്മളും. എങ്കിൽ പിന്നെ അത് എത്രയും വേഗം ആയിക്കൂടെ എന്നാ ഞാൻ ചോദിക്കുന്നേ. ഇനിയും അതിനെ ആലോചിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഒന്നാമത് അവര് രണ്ടുപേരും വലിയ സ്നേഹത്തിലാ ഇപ്പൊ. അല്ലറ ചില്ലറ കാര്യത്തിനൊന്നും അർച്ചന ഇവിടുന്ന് പോവാൻ പോകുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും ആ സ്നേഹം കൂടുതൽ ബലപ്പെടുകയുള്ളൂ. ബലപ്പെടണം. അവർക്ക് എത്രത്തോളം സ്നേഹിക്കാൻ പറ്റൂ അത്ര അവർ സ്നേഹിക്കണം. എങ്കിലേ പിരിയുമ്പോ അതിനൊരു ബലം ഉണ്ടാവും. എത്ര സ്നേഹിക്കുന്നോ അത്രയും ദേഷ്യം ഉണ്ടാവണം. നമ്മൾ ഉണ്ടാക്കണം. അതിനുള്ള വഴി കൂടി ചേച്ചി പറയും. എപ്പോഴത്തെയും പോലെ വലിയ സംഭവമായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ട് വന്നിട്ട് അവള് നിസ്സാരമായി പൊളിച്ചടിക്കാതെ കൈ തരുന്ന പതിവ് ഇനിയും നടക്കരുതെന്നേ എനിക്കുള്ളൂ. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാ ഞാനും കുറച്ച് സമയമെടുക്കുന്നത്. അവൾക്കൊരു തരത്തിലും രക്ഷപ്പെട്ടു പോകാനാവാത്ത വിധം വേണം നമ്മുടെ ഓരോ പൂട്ടും. അവക്കൊരു പരിധിവരെ എല്ലാം ചെയ്യാൻ പറ്റൂ. എനിക്കാ പരിധിയില്ല. നിവൃത്തിയില്ലാതെ വന്നാ കൊല്ലാനും അവന്തികയ്ക്ക് കഴിയും. ഒന്ന് മാറി ചിന്തിച്ചാ ഇന്ന് അസ്തമയം കാണാൻ അർച്ചന ഉണ്ടാവില്ല. പിന്നത് ചെയ്യാൻ ചേച്ചി, ഞാനും സഹായിക്കാം. അർച്ചനയും അവളുടെ അനിയത്തെ ആദരയും ഇല്ലാതാക്കാൻ നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ ഈസിയാ. പക്ഷേ നിനക്കറിയാത്തൊരു കാര്യം ചേച്ചി നിനക്ക് പറഞ്ഞുതരാം. ഏതൊരു ശത്രുക്കളോടും നമ്മൾ പ്രതികാരം ചെയ്യുമ്പോൾ അവരെ ഇല്ലാതാക്കുന്നത് ഏറ്റവും അവസാനത്തെ തീരുമാനമായിരിക്കണം. അതായത് നിവർത്തികേടിൽ വേണം കയ്യിൽ ചോര പുരളേണ്ടതെന്നർത്ഥം. ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള എന്നൊരു ശൈലിയുണ്ട് നമ്മുടെ നാട്ടിൽ. ചൊല്ലിക്കൊടുത്തും നുള്ളിക്കൊടുത്തും തല്ലിക്കൊടുത്തിട്ടും മനസ്സിലായില്ലെങ്കിൽ അവസാനം തള്ളിക്കളയണം. അവന്തിയുടെ അർച്ചനയുടെ ഈ പോര് കുറച്ചുകൂടെ ഒന്ന് മുറുകട്ടെ. പോര് മുറുകുന്നൊക്കെ നല്ലത് തന്നെ. എല്ലാരും കാത്തിരിക്കുന്ന പോലെ പോരിനവസാനം അർച്ചന വിജയകിരീടം ചാർത്തി നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയാ നമ്മൾ രണ്ടും ഈ പടിക്ക് പുറത്താവും. ഈ പോരിൽ അവസാനം എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. പുറത്തു പോകുന്നത്
അർച്ചനയാ. ഇപ്പൊ അർച്ചനയുടെ പെർഫോമൻസ് കണ്ട് ഹരം കൊള്ളുന്നവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇനി അതിനാ അവന്തിക ഓരോന്നും ചെയ്യാൻ പോകുന്നത്. ഹലോ, ചിന്താവിഷ്ടയായ അർച്ചനെ, എന്തായിരുന്നു ചിന്തയില്? നല്ല കാര്യങ്ങളോ അതോ മോശം കാര്യങ്ങളോ? മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നല്ലേ സച്ചേട്ടൻ തന്നെ പറയൂ. ഈ കണ്ണുകളിലറിയാം കടലോളം സന്തോഷമുണ്ടെന്ന്. സച്ചേട്ടനോടൊപ്പം ആറ്റുകാലമേ തൊഴണമെന്നുള്ളത് എന്റെ എത്ര വലിയ ആഗ്രഹമായിരുന്നു സച്ചേട്ടൻ അറിയോ? എന്റെ മനസ്സ് വായിച്ചറിഞ്ഞ പോലെയല്ലേ സച്ചേട്ടൻ എന്നെ അവിടേക്ക് കൊണ്ടുപോയത്. എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഞാൻ കരുതിയില്ല തനിക്കത് അത്രയും വലിയ സർപ്രൈസ് ആയിരിക്കുമെന്ന്. ഇതുപോലുള്ള എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് പറയ്, കേക്കട്ടെ. അങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല. ഇപ്പോ ഇത് തന്നെ ഒരിക്കലും നടക്കുമെന്ന് ഞാൻ കരുതിയതുമല്ല. എന്നിട്ടും അത് നടന്നു. നടക്കില്ല എന്നോർത്ത് എന്നും ഉപേക്ഷിച്ച ആഗ്രഹങ്ങളായിരുന്നു ഇതൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ബോണസുകൾ. ചില സമയത്ത് തന്റെ സംസാര രീതിയൊക്കെ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് കേട്ടോ. ചില സമയം തോന്നും എപ്പോഴും എല്ലാത്തിനും കരഞ്ഞു വിഷമിക്കുന്ന ഒരു പെൺകുട്ടിയാ താനെന്ന്. ചില സമയത്ത് ആഗ്രഹം സാധിക്കാൻ ഏതറ്റം വരെയും പോകുന്ന വാശിക്കാരിയാണെന്ന് തോന്നും. എനിക്കിപ്പോഴും തന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാ പറഞ്ഞു വന്നത്. വേണ്ട, താൻ ചിരിക്കണ്ട. തന്നെ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞാനൊരു നല്ല ഭർത്താവല്ലെന്ന് കൂടിയാ. ആര് പറഞ്ഞു എന്റെ ഭർത്താവ് ഒരു നല്ല ഭർത്താവല്ലെന്ന്? ചില സാഹചര്യങ്ങളില് നമ്മൾ അറിയാതെ മാറിപ്പോകുന്നതെല്ലാം. സച്ചേട്ടൻ എന്നെ ഏത് രീതിയിൽ കാണാനാ കൂടുതൽ ഇഷ്ടം? അർച്ചന ശരിക്കും എങ്ങനെയാണോ അങ്ങനെ കാണാൻ. എനിക്ക് വേണ്ടി താൻ മാറുകയൊന്നും വേണ്ട. താൻ താനായിട്ടിരുന്നാ മതി. ഞാനായി തന്നെ സ്നേഹിച്ചോളാം. എന്താ, അതല്ലേ നല്ലത്? എനിക്കിഷ്ടം എന്റെ കാര്യങ്ങളൊക്കെ മറന്ന് സച്ചേട്ടന് നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കണമെന്ന്. ഇവിടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി സച്ചേട്ടനോടൊപ്പം എന്നും ഇങ്ങനെ ജീവിക്കണം. ഇവിടെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവരവർക്കറിയാം. എന്റെ ഭാര്യാസ്ഥാനം അലങ്കരിച്ച് എന്റെ അടിമയായി ജീവിക്കുന്നു വേണ്ട താൻ. അങ്ങനെ ഭാര്യ മുറിക്കുള്ളിലിട്ട് അനുസരണ പഠിപ്പിക്കുന്ന ഒരാളുമല്ല ഞാൻ. തനിക്ക് തന്റേതായ വ്യക്തിത്വം സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അതിലൊരിക്കലും ഞാൻ ഇടപെടാൻ വരികയില്ല. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ എനിക്കുള്ളൂ. നമുക്കിടയിലുള്ള ഈ സ്നേഹത്തിൽ ഒരിക്കലും കുറവ് വരരുത്. എന്നും താൻ എന്നോടൊപ്പം വേണം. അത് തന്നെയാ ഞാനും ആഗ്രഹിച്ചതും. തീരങ്ങൾ തേടാനോ പതിയെ ഞാനേ
സച്ചേട്ടൻ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോഴുണ്ടല്ലോ മനസ്സിലെ ഭാരം എല്ലാം ഒഴിഞ്ഞ് സ്വർഗത്തിലെത്തിയ പോലെ